ഇതിൻ്റെ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന കേട്ടോ. ഞങ്ങൾ ഫൈനലി ഇത് 3 എടുത്തു കേട്ടോ. അതല്ലേ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് ഹെർമസ്കെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അസ്ബാഹ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ മൂവായിട്ട് 2 മാസത്തോളമായി. അപ്പോൾ ഇവിടെ വന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ നമുക്ക് അക്കോമഡേഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഒരു ഗസ്റ്റായിട്ടൊരു വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് പതിയെ കാണിച്ചു തരാം. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം കുറേ നാളത്തെ ആഗ്രഹമാണ് അമ്മേനെ ജർമ്മനിയിൽ വിസിറ്റിന് വേണ്ടി കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് അമ്മ ഇന്ന് വരുവാണ്. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു കസിനും ഉണ്ട്. അവൻ പഠിക്കാനായിട്ട് വരുവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് അവനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഉപകാരമായി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലേക്ക് അമ്മേനെ പിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്തരത്തിലുള്ള വീഡിയോ ആണ്. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ അതെന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് റോസ്മോളും നാട്ടിൽ പോയി. പെട്ടെന്നൊരു എമർജൻസി വന്ന റോസ്മോളും നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ നമ്മൾ റെന്റിന് വീട് നോക്കിയിട്ട് ഇപ്പോൾ ഈ ഉള്ള സ്ഥലത്ത് വീടുകൾ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ദൈവം പോലെ നമ്മുടെ മുന്നിൽ നമ്മുടെ അമ്മച്ചി പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരു ജർമ്മൻ അമ്മച്ചിയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട് താമസിക്കാനായിട്ടൊരു അനുമതി. ഇപ്പോൾ 2 മാസത്തേക്ക് ഞങ്ങൾക്ക് 2-3 മാസം ഇവിടെ താമസിക്കാം. എത്ര നാൾ വേണമെങ്കിലും താമസിക്കാം. പക്ഷെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അക്കോമഡേഷൻ ഉണ്ടെങ്കിലേ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു പരിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ ഫൈനലി ഞങ്ങളൊരു വീട് ഞങ്ങൾക്ക് കിട്ടി. ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത മാസം അങ്ങോട്ടേക്ക് മൂവ് ആകും. അതുവരെയും ഞങ്ങൾ ഈ ഒരു വീട്ടിലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. 5000 എന്ന് പറയുന്നത് വലിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒന്നും അല്ലെങ്കിലും നമ്മളൊരു ആഗ്രഹത്തിൻ്റെ ഒരു പാഷൻ്റെ ഒക്കെ പുറത്ത് തുടങ്ങിയ ഒരു ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആകുക എന്ന് പറയുന്നത് അതൊരു സന്തോഷമാണ്. അതിനിടയ്ക്ക് ചാനൽ നമ്മൾ മോണിറ്റൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ അതും ഓൾമോസ്റ്റ് ആയി. നമുക്ക് അത് റവന്യൂ ആയിട്ടൊന്നും നമ്മളത് എടുത്തിട്ടില്ല. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനിടയിൽ സംഭവിച്ചത്. അപ്പോൾ കുറേ ഒരു ഗ്യാപ്പ് വന്നു. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു പുതിയ സ്ഥലത്തെ ജോലി സ്ഥലത്തെ വിശേഷങ്ങളും കമ്പനിയുടെ ഡീറ്റെയിൽസും അങ്ങനെ വീഡിയോ ഒക്കെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു സമയം കിട്ടിയില്ല. ഒന്നും റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരു എന്താ പറയുക ഇപ്പൊ എല്ലാം ഒരു സെറ്റായി. നമ്മള് ഇനിയിപ്പോ മുന്നോട്ടേക്ക് പറ്റുന്ന പോലെ ട്രാവലിംഗ് ചെയ്യണം, വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. എന്തായാലും നമ്മള് പയ്യനെ എല്ലാം ചെയ്യും. എനിക്ക് വല്ലതും പറയാനുണ്ടോ? അപ്പൊ ഓക്കെ, ഞങ്ങള് ഇപ്പൊ ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് പോണ വഴിയിട്ട് എന്തെങ്കിലും അമ്മയുടെ വെൽക്കം ചെയ്യാനായിട്ടൊരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും കൂടെ കൂടുക. ഓക്കെ, നമ്മളിപ്പോൾ താമസിക്കുന്നത് കുറച്ച് ഉള്ളിലായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ വീട് നമ്മൾ നേരത്തെ ഡാം ഫ്ലോസിൽ താമസിച്ച ഏകദേശം അതേപോലെയൊക്കെ തന്നെ വരും. ഇതേപോലെ തന്നെ ഭയങ്കര കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ടുള്ള ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലമാണ്. കുറേ പുൽമേടുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ഭംഗി തോന്നിക്കാത്തത്. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴത്തേക്കും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അതുപോലെ നമ്മൾ താമസിക്കുന്ന വീട്ടിലെയും കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് ഇനി പോവുകയാണ്. എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് 1-2 ബൊക്കെയൊക്കെ വാങ്ങണം, നമ്മൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്.
അമ്മയ്ക്ക് മാത്രം പോരാ, അവരുടെ കൂട്ടത്തിൽ അമ്മയും ഞങ്ങളുടെ ഒരു കസിനും പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്കുള്ള യാത്രകളാണ് ഇനി. നമ്മളിപ്പോൾ പൂ വാങ്ങാനായിട്ട് പോകുന്നത് അൽദിയിലാണ്. ഇതാണ് ഇവിടുത്തെ അൽദി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റോസ്മാനിലുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും അൽദി കയറാം. അൽദി കയറുമ്പോൾ ഈ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ബോട്ടിലുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 2 മാസത്തെ എൻ്റെ ബോട്ടിലുകളാണ്. അത് എന്തായാലും അതിട്ടിട്ട് വേണം പോകാനായിട്ട്. സോ നമ്മൾ അൽദിയിലെത്തി. ഞാനിപ്പോൾ താമസിക്കുന്ന ആ ഒരു വീട്ടിൽ അതൊക്കെ എടുത്തു വെക്കാൻ മറന്നുപോയതാ. അത് ഇന്നലെ ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് കഴിഞ്ഞ 2 മാസം ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് കുപ്പിവെള്ളമായിരുന്നു വാങ്ങിച്ചിരുന്നത്. കാരണം നമ്മൾ താമസിക്കുന്ന ആ വീട്ടിലെ വെള്ളത്തിൻ്റെ ഒരു ഇത് അറിയത്തില്ലല്ലോ. ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എല്ലായിടത്തും വെള്ളം ഉണ്ടെങ്കിലും വെള്ളം അവരത് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പുകളൊക്കെ വർഷങ്ങളായിട്ടുള്ളതായിരിക്കും. അപ്പോൾ പനിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം വാങ്ങിച്ചാണ് നമ്മൾ കുടിക്കാൻ മാത്രം വെള്ളം എപ്പോഴും വാങ്ങാറുണ്ട്. അവിടെ അപ്പുറത്തെ സൈഡിലായിട്ടുണ്ട്. ഈ ബോട്ടിൽ റീസൈക്ലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത് നിന്നുപോയി. വീണ്ടും രണ്ടാമതിടുക. ഇതിപ്പോൾ എത്രയും 1.25. ഇപ്പം ഇത് 7.25. അപ്പം മൊത്തം 10 രൂപ എടുത്ത് കിട്ടി. ഞങ്ങൾ ചെറുതായിട്ട് പെട്ട്. അതായത് ഇവിടെ ബൊക്കെ ആയിട്ടില്ല. അപ്പം ഇത് പിന്നെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പൈസ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സാധനം വാങ്ങുന്ന സമയത്ത് യൂസ് ചെയ്യാം. പോകത്തൊന്നുമില്ല. അന്നേരത്തേക്ക് അവരത് സ്കാൻ ചെയ്തോളൂ. ഇനിയിപ്പോൾ ഇവിടെ റോസ്മാനുണ്ട്. റോസ്മാനിലുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. അപ്പം നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഇവിടുന്ന് പൂ കിട്ടിയില്ല. അപ്പം ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക. അങ്ങനെ നമ്മൾ ലിഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങാൻ പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ. ഓക്കെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓരോ ഫ്ലവറിനും ഓരോ മീനിങ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ ഫ്ലവറിനും ഓരോ മീനിങ് ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അത് ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വലിയ വിലയില്ലാത്ത ഫ്ലവർ വാങ്ങുവാണ്. റോസാ. ഞങ്ങൾ ഫൈനലി ഇത് 3 എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാനൊരു പ്രാവശ്യം ഫ്ലവർ വാങ്ങിയ സമയത്ത് എന്നോട് ആരോ അത് പറഞ്ഞതാണ്. ഓരോ ഫ്ലവറിനും ഓരോ മീനിങ് ഉണ്ടെന്ന്. നമുക്ക് മീനിങ് ഒന്നുമില്ല. ഫൈനലി കൊടുത്തോ. ഓക്കെ, സോറി ബില്ല് എത്രേ? അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് പെട്രോളും കൂടെ അടിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിന് അവിടെ ആളുണ്ട്. ഇവിടെ നമുക്ക് കുറേ പെട്രോൾ സ്റ്റേഷൻസ് ഉണ്ടെങ്കിലും ഇതിപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഫ്യൂലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇച്ചിരി വിലക്കുറവാണ് പെട്രോളിന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 1:29 സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂർ യാത്രയുണ്ട്. 2:30 ആകുമ്പോൾ എത്തും. അവർ 2 മണിക്ക് എന്തായാലും ലാൻഡ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. അരമണിക്കൂർ വേണ്ടി വരും ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫ്രാങ്ക്ഫർട്ടിലേക്ക്.
അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഓട്ടോബാനിലേക്ക് കയറുവാണ്, A3. അപ്പോൾ ഇത് നേരെ സ്ട്രെയിറ്റ് ഫ്രാങ്ക്ഫർട്ടിലേക്കാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ലാഗൊന്നുമില്ലാതെ പോകാം. പക്ഷേ ജർമ്മനിയിലെ ഓട്ടോബാനിലാണെങ്കിലും മിക്ക സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക്ക്, റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് മാക്സിമം നേരത്തെ എത്താനായിട്ട് നോക്കാം. A3 ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ട്രാഫിക്ക്, അവിടെ ഏതോ റോഡ് പണി നടക്കുന്നതിൻ്റെ ബ്ലോക്കാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതാണ് ഇവിടുത്തെ കുഴപ്പം. നമ്മൾ ഓൺ ടൈമിനൊക്കെ വെച്ചിട്ട് ഇറങ്ങിയാലും ജർമ്മനിയിലൊക്കെ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഓട്ടോബാനിൽ മിക്കപ്പോഴും ഇതുപോലെ ട്രാഫിക്ക് ആയിരിക്കും. നമ്മൾ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ആയിപ്പോയി. പാർക്കിംഗ് ഉണ്ടാവണമെന്നില്ലല്ലോ, പ്രശ്നം. സോ നമ്മൾ ഫൈനലി എത്തി, അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ടെർമിനൽ 2-ലാണ് അവർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ ഓൺ ടൈമിൽ തന്നെ എത്തി. ഇനിയിപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. വീഡിയോ എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് പാർക്കിങ്ങിൻ്റെ പൈസ അടയ്ക്കണം. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്നവരെയുള്ള കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ അതിനുശേഷം ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എയർപോർട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ അമ്മയും അടുത്താണ് വന്നത്. പിന്നെ വീഡിയോയ്ക്കൊന്നും പറ്റിയ സമയമല്ലായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ഫ്രീ ആയി കിട്ടിയപ്പോഴത്തേക്കും ജസ്റ്റ് പുറത്തിറങ്ങി ഇവിടെ ഒരു മാനിൻ്റെ ഫാമുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അമ്മയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാലോ എന്ന് വെച്ചു. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന കണ്ടപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് അടുത്തോട്ട് വന്നു. നമ്മൾ അവർക്ക് വല്ല തീറ്റയെല്ലാം ആയിട്ട് വരുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടോ, എനിക്ക് തോന്നുന്നു അവരുടെ ഓണർ ഇവിടെ വന്ന് തീറ്റ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. എത്ര മാനുകളാണെന്ന് എനിക്ക്. ഇതിന് എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ആട്ടോ. ഇതിന് രണ്ട് സൈഡിൽ ഇത് ഒറിജിനൽ തന്നെയാണ്, പക്ഷേ ഇത് ഒരു സ്ക്രൂ പോലെ ചെയ്ത് വെച്ചിരിക്കും. എന്തായാലും ആ രണ്ട് സൈഡിലേക്കുള്ള സംഭവങ്ങൾ ഒറിജിനലാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള സാധനമാണ്. ഇത്രയും ലോങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിൻ്റെ തല കണ്ടാൽ അറിയാം അവിടെ വെച്ചിരിക്കുന്ന ആ സംഭവം അതേപോലത്തെ സംഭവമാണ്. മറ്റു മാനുകൾക്ക് പിന്നെ അത്രയും വലിയ കൊമ്പൊന്നുമില്ല, പക്ഷെ അതിൻ്റെത് അത്യാവശ്യം ഹെവി സാധനമാണ്. അതുങ്ങളുടെ ഭക്ഷണവും സാധനങ്ങളൊക്കെ ആട്ടോ ആ ഒരു കൂട്ടിലുള്ളത്. രാത്രി ആകുമ്പോഴത്തേക്കും അതുങ്ങൾ അങ്ങോട്ടേക്ക് മാറുമെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടോ പുല്ല്,
ഉണക്കപ്പുല്ലാണ്. ഇപ്പം ആ മാനിൻ്റെ നിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ കൊമ്പിൻ്റെ ഭംഗി മനസ്സിലാവും അല്ലേ? വാവ്, അത് തിരിഞ്ഞു തന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു കൊമ്പ് തന്നെയാണ് അതിൻ്റെ എൻട്രൻസിലും വെച്ചിരിക്കുന്നത്, ഒറിജിനൽ കൊമ്പ്. അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ വേറൊന്നുമില്ല. അമ്മയാണെങ്കിലും ഇവിടെ വന്നിട്ട് മടുത്ത്. എങ്ങനെയുണ്ട് ജർമ്മനി വന്നിട്ട്? ബസ് കയറി പോകാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഞാൻ പോയി. അമ്മയ്ക്ക് തണുപ്പ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളിനിയിപ്പോൾ സമയം കിട്ടുന്ന പോലെ യാത്രകളൊക്കെ ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.